ഹലോ ഗൈസ്, നമ്മളൊന്ന് പുറത്തേക്കൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ജോലി ഉണ്ട്. അപ്പോൾ ടി വിയിൽ എന്തോ ഒന്ന് വന്നു പറഞ്ഞു. നമുക്കതൊന്ന് നോക്കാം. എന്തോ ഒരു പാട്ടുണ്ട്. അപ്പം നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ നമ്മളെ ഇവിടുത്തെ ഒരു കാക്ക വിളിച്ചു കടയത്തെ. അപ്പം നമ്മൾ രാജേഷിനോട് പറഞ്ഞാൽ പോയി നമ്മൾ മഹേന്ദ്ര താറാണ് എടുക്കുന്നത് കേട്ടോ. അതിന് മുന്നേ നമുക്ക് റോക്കിനോടൊന്ന് പറയാം. റോക്കി, ഞാൻ പോവട്ടോ. ജേക്കെ, നീ എങ്ങോട്ടാ? ഞാൻ ഷോറൂമിലേക്കാണ്. എന്നാലൊക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ റോക്കിനോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് മഹേന്ദ്ര താർ എടുത്താണ്, വേഗം പോവാം. അപ്പോൾ ഗൈസ് വണ്ടിയൊക്കെ ഷാർട്ടാക്കി നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഗേറ്റ് തുറക്കാൻ കാത്തുക്കണ്. ഗേറ്റൊക്കെ ഇടിച്ചിട്ടുണ്ട്. നമുക്ക് വേഗം സ്പീഡ് പോവാം. വേഗം പോവാം. നമുക്ക് രണ്ടട്ടം വിളിച്ചിട്ടുണ്ട് നമ്മളെ വർക്ക്ഷോപ്പത്തെ ആൾ. നമ്മൾ നേരെ കത്തിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ കാത്തിക്കുന്നെന്ന് തോന്നുന്നു. നമുക്കൊന്ന് വണ്ടി കയറ്റി നേരെ വിടാം. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നിർത്തിയപ്പോൾ ആളെ കാണുന്നില്ല. നമ്മൾ ഇറങ്ങി ഫോൺ വിളിച്ച് നോക്കാം. വേറേക്കാരം ബാക്കിലേക്കാരം ചില അപ്പം വിളിച്ച് നോക്കാം. അപ്പം നമ്മൾ അങ്ങനെ ഫോണൊക്കെ വിളിക്കാൻ കാത്തിക്കണം. നമ്മളവിടെ നോക്കിയപ്പോൾ ഒന്നും കാണില്ല. ഫോൺ വിളിച്ച് നോക്കാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കടക്കാരൻ വന്നിട്ടുണ്ട്. അവൻ പറഞ്ഞത് നമ്മളെ കാട്ടിനുള്ളിൽ കുറേ ഗുണ്ടാൾ താമസിക്കുന്നില്ലേ, അവിടുന്ന് നമ്മളെ വണ്ടി ഓല് കൊണ്ടുപോയിക്കണമെന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് നേരെ ആ കടയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നേരെ ഞാണ്ട് കത്തിച്ച് വിടുകയാണ്. നമ്മൾ പോവണ്ടാണ്ടെന്നാൽ നമുക്ക് വേഗം പോകണം. നേരം കളയാൻ പാടില്ല. അവരുടെ ടീം എന്ത് വെച്ചാൽ വേഗം വണ്ടിയൊക്കെ എടുത്ത് വിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കാനും വേണ്ടി ഇവിടെ വിചാരിച്ചാൽ നമ്മൾ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ഷെഡ് കാണുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടെന്നാൽ വേഗം കയറി ചേക്കാൻ വണ്ടിയേക്ക്. നമുക്ക് വേഗം പോകാം. നമുക്ക് വേഗം ആ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം, ഷെഡിൻ്റെ ഉള്ളിലേക്ക്. മേലെ ആൾക്കാർ കാണുന്നുണ്ട്. ഓല് നമ്മളെ കണ്ടുകണോ ഇല്ലേന്ന് അറിയില്ല. വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടിയിട്ടുണ്ട്. നമുക്ക് സമയം കളയണ്ട, വേഗം പോവാം. നമ്മളൊരു ഫോർച്യൂണറാണ് ഓല് എടുത്തുക്കണത്. നമുക്ക് ആ ഫോർച്യൂണർ എങ്ങനെയെങ്കിലൊക്കെ അവലേക്കൊന്ന് വാങ്ങണം. അത് വേഗം വിൽക്കുന്ന ടീമാണ്. ഇവിടെ ഒന്നും ഓല് കാണില്ല. ഓല് മേലെ തന്നെയാണ് ഉള്ളത് എല്ലാ ആൾക്കാരും. എടാ ഗുണ്ടകളെ, ഞാൻ എൻ്റെ വണ്ടി അവിടെ കൊണ്ടുപോയിട്ട്. ചേക്കെ, നിനക്ക് ആ വണ്ടി തരാൻ പോകുന്നില്ല. അന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾ തരൂലെന്നാ നമുക്ക് കാണാം. ഗണ്ണൊക്കെ എടുക്കണ്ട കേട്ടോ. നമുക്ക് അവരെല്ലാം വെടിവെച്ച് തീർത്തിടാം ഗൈസ്. ഫസ്റ്റ് തന്നെ ഒരാളെ ഹെഡ് ഷോട്ട് അടിക്കാം. പോലെല്ലാവരും തല്ലാൻ വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് വേണം. പോലീസുകാർ അലേർട്ടായിട്ടുണ്ട്. നമുക്ക് വേഗം വേണം ഇതൊക്കെ തീർത്ത് പോലീസുകാരും തല്ലണം. അപ്പോൾ നമ്മളെ തല്ലാൻ വരുന്നുണ്ട്. നമുക്ക് നല്ലൊന്ന് വെടിച്ച് കൊടുക്കാം. എല്ലാത്തിനും തീർക്കണം. അവിടെ മൂന്നെണ്ണം ഒത്തും അറിയാത്തവരെ വേരി നിൽക്കണ്ടേ, അവരെ പോയി വെടിവെക്കണം കേട്ടോ. നമുക്ക് എല്ലാം വേഗമാക്കണം. ഇപ്പോൾ ഇവർ ഭയങ്കര ഫൈറ്റാണ്. ഇവരെ തീർക്കാൻ കുറച്ച് പണിയുണ്ട് ഗൈസ്. ഇവരാണ് ഇവരിപ്പം പോലീസുകാർ നിന്ന് കൊടുക്കണ്ടേ, അതാണ് വേഗം പോലീസുകാരൊക്കെ വരുന്നത്. അപ്പോൾ പോലീസുകാർ അടിയിൽ നിന്ന് ഇതാവണൊക്കെ ഉണ്ട്, വെടിവെക്കുന്നുണ്ട്. നമുക്കത് കൊള്ളുന്നില്ലാന്നുള്ളൂ. അപ്പോൾ 2 സ്റ്റാർ ആയിക്കണേ. നമുക്ക് വേഗം ഇവരെ രണ്ടാളി തീർക്കാം. ഒരാളവിടെ കുടുങ്ങിക്കണം. നമുക്ക് ഇവരുമാടെ തീർത്തിട്ട് വേഗം പോകാം. അപ്പോൾ നമ്മൾ മറ്റവനെ തീർക്കാൻ നിൽക്കണമെങ്കിൽ വേഗം പോകണം ഗൈസ്. അവനെ ചവിട്ടിയിട്ടൊക്കെയാണ് നമ്മളെ ജാക്ക് പോകുന്നത്. ജാക്ക് ചാടി മണ്ടി ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഈ ഇറങ്ങിയ പാടനെ ഒരു പോലീസിനെ ഒച്ചയൊക്കെയുണ്ട്. നമുക്ക് വേഗം പോലീസിനെ അടിച്ചിട്ട് പോകണ്ട. അപ്പം പോലീസ് നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ട് ഗൈസ്. നമുക്ക് അവനെ അടിച്ചിടാം. ജാക്ക് അവനെ അടിച്ചിട്ടുണ്ട്. അവനെ തീർക്കാൻ കഴിയുന്നില്ല. എങ്ങനെയൊക്കെ തീർത്തിട്ടിട്ടുണ്ട് പോലീസിനെ. നമുക്ക് വേഗം വണ്ടി ബാക്കിലാണുള്ളത് തോന്നുന്നു. നമുക്ക് പോയേക്കാം. മഹേന്ദ്ര താറ് നമ്മൾ പായതാണ്, വേണ്ട. നമുക്ക് നേരെ ഫോർച്യൂണർ എടുക്കാൻ പോവാം. അവിടെ ഇതൊക്കെ പോലീസുകാർ പൊട്ടിച്ചണം, വേണ്ട. നമുക്ക് വേഗം ടൈം കളയണ്ടല്ലോ. വേഗം പോയി ഫോർച്യൂണർ എടുത്ത് പോകാം.
നമുക്ക് വേഗം വണ്ടി കയറാം, ചാടി കയറാം. നമുക്ക് പോലീസുകാരൊക്കെ അലേർട്ടായിട്ടുണ്ട്. ഇപ്പോൾ 1 സ്റ്റാർ ആയിട്ടുണ്ട്. നമുക്ക് വേഗം പോകാം. നമുക്ക് നേരെ പോകാനുള്ളത് മറ്റേ കടയിൽ പോയി കണ്ട് വണ്ടി അവനക്ക് കൊടുക്കണം. പൈസ അവനക്ക് കൊടുത്തിട്ട് വേണം. അവന് ഏറ്റവും പുതിയ മോഡൽ ഫോർച്യൂണർ ഇന്നലെ കിട്ടിയിട്ടുള്ളൂ. അതാണ് ഇവര് അപ്പത്തോനും മുളട്ടി കൊണ്ടുപോയി. അപ്പോൾ അവനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞാണ് നമ്മളെ വിളിച്ചത്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, വണ്ടി നമുക്ക് തരുമോ എന്ന് ചോദിച്ചു നോക്കാം. അവൻ ചിലപ്പോൾ നമ്മൾ ചോദിച്ചാൽ തന്നെ തരും. നമുക്ക് നേരെ കത്തിച്ച് വിടാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോവാം. നമ്മൾ കത്തിച്ച് തന്നെയാണ് പോകണേ. നമ്മൾ വഴിയൊക്കെ മാറി നമ്മൾ വരൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. നമുക്ക് വേഗം പോവാം. അപ്പം നമ്മൾ വണ്ടി ചെറുതായിട്ട് നിറച്ചിട്ടുണ്ട്. നമുക്ക് സൈഡാക്കി. ഇവൻ മുമ്പ് തന്നെ ഉണ്ട്, നേരത്തെ കത്തിയിട്ട് പോയിട്ടൊന്നുമില്ല. ഇവനോട് ചോദിച്ചേക്കാം. ഇവൻ പറഞ്ഞാൽ നമ്മളോട് എടുക്കാനാണ്. നമുക്കിത് എടുക്കാം, കൊണ്ടുപോയി മോഡിഫിക്കേഷൻ ചെയ്തിടാം. നമ്മളെ ചങ്ങായി ബെന്നീൻ്റെ കട ഉണ്ട് മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള. നമുക്ക് കണ്ടു പോവാം. നേരെ നമുക്ക് കണ്ട് കത്തിച്ചിടാം. ഇപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. നമുക്ക് വേഗം പോകാം. നമ്മളെ വീട് പുറത്തെ റൈറ്റ് സൈഡിൽ. വണ്ടി ജസ്റ്റ് ആയിട്ട് അവിടെ തെന്നി മേടിച്ചിട്ടുണ്ട്. പ്രശ്നമൊന്നുമില്ല. നമുക്ക് വേഗം പോയി കണ്ട് മോഡിഫിക്കേഷൻ വേഗം പോവാം. വണ്ടി എന്താ വെള്ളിയാഴ്ച പോകുന്നുള്ളൂ. ഇടിച്ചുകൊണ്ടുള്ള പ്രശ്നമാണ്. നമുക്ക് വർക്ക്ഷോപ്പ് കയറ്റുമ്പോൾ റെഡിയാക്കാം. വീണ്ടും തെന്നിയിട്ടിരിക്കുന്നുണ്ട്. തെന്നലുണ്ട് കേട്ടോ വയസ്സ് വണ്ടിക്ക്. ഷട്ടർ തുറന്നിട്ടുണ്ട്. നമുക്ക് വെന്നിനോട് വണ്ടി എന്ന് പറയും. വണ്ടിക്ക് ഏത് കളർ എടുക്കാന്ന് വെച്ചാൽ ബ്ലാക്ക് കൊടുക്കുക. അതായത് ഒരു ഗ്യാങ്സ്റ്റർ ലുക്ക് കിട്ടും. ബ്ലാക്ക് കളർ എടുക്കണ്ടേ, ഗ്ലാസും ബ്ലാക്ക് എടുക്കണ്ടേ. പിന്നെ നമുക്ക് വീല് മാറ്റണം. ഇപ്പോൾ വീലൊരു പുറത്തേക്ക് ചാടിക്കൊണ്ടുള്ളൊരു വീലാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കളർ മാറ്റണം. വീലിൻ്റെ സസ്പെൻഷൻ കുറച്ച് കൂട്ടുണ്ട് കേട്ടോ. അതും ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഒരു ഗ്യാങ്സ്റ്റർ ലുക്ക് കിട്ടാനുണ്ട്. ഇപ്പോൾ സ്മോക്കിൻ്റെ കളറും ബ്ലാക്ക് തന്നെയാണ് കൊടുക്കുന്നത്. നമ്മളെല്ലാം ബ്ലാക്കാണ് കൊടുത്തത്. ബ്ലാക്ക് എഡീഷൻ വണ്ടിയാക്കാൻ. ഇപ്പോൾ വണ്ടി കണ്ടിട്ടൊരു ഇതിൻ്റെ എന്താ ഗ്യാങ്സ്റ്ററിൻ്റെ ഒരു ലുക്ക് ഉണ്ട്. പിന്നെ സോക്കപ്പ് ഷർട്ടും ഉണ്ട്. ഒരു ആർട്ടിക്കൾച്ചർ കൂട്ടത്തിലേ കാര്യം. അപ്പം നമുക്ക് വേഗം കത്തിച്ചു വിടാം. വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കിയതാണ്. ഒന്ന് വണ്ടി നിർത്തി നോക്കിയത് ഇത് കുഴപ്പമുണ്ടെന്നൊക്കെ നോക്കി. വണ്ടി കുറച്ച് ആട്ടുണ്ടല്ലേ നിർത്തുമ്പോഴൊക്കെ. അതൊക്കെ നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ വിടുക. വണ്ടി നമുക്ക് അവിടെ നിന്ന് പോകും നല്ല വൃത്തിയിൽ പാർക്ക് ചെയ്യണം. ഒരു പ്രശ്നമുണ്ട്, ഇത് ഈ ആട്ടുണ്ടായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോൾ നമ്മൾ കുളത്തേക്കൊക്കെ പോകും. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയെടുക്കണം. അപ്പോൾ വണ്ടി നമ്മൾ ഷട്ടർക്ക് ഇടണ്ട, വേണ്ട, നമുക്ക് പുറത്ത് തന്നെ ഇടാം. നമുക്ക് വളച്ച് ഇടാം. ജസ്റ്റ് മിസ് നമ്മൾ ബ്രേക്ക് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടി കുറച്ചും കൂടി മുമ്പ് കയറ്റിയിട്ട് നമുക്ക് റോക്കിനോട് പോയി പറയാം. എടാ റോക്കി, നമ്മൾ വണ്ടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. സൂപ്പറല്ലേ? വണ്ടി കാണാൻ രസമേ. ജാക്കെ വണ്ടി സൂപ്പറാണ്.